ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. 2024-26 അധ്യയന വർഷത്തേക്കുള്ള ഡീലഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. പ്രധാനമായിട്ടും നിലവിൽ അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളും ഇനിയും അപേക്ഷ സമർപ്പിക്കുവാൻ ബാക്കിയുള്ള വിദ്യാർത്ഥികളും ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കൃത്യമായി ശ്രദ്ധയോടുകൂടി കാണുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് വിദ്യാർത്ഥികൾ പല സംശയങ്ങളും ചോദിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി വിദ്യാർത്ഥികൾ വീഡിയോ കാണുക. അപ്പോൾ വിശദമായി വിട്ടിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും പരമാവധി ഇത്തരത്തിൽ വീഡിയോ നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുവാനും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് വിശദമായി വിട്ടോട്ട് പോകാം. അപ്പോൾ ഒന്നാമതായിട്ട് ഡീലഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ അപേക്ഷ സമർപ്പിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് എയ്ഡഡ് അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസ് എന്നീ രണ്ട് കാറ്റഗറികളായിട്ടാണ് ഡീലഡ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ലാംഗ്വേജ് വിഭാഗം ഡീലഡ് അപേക്ഷ സെപ്പറേറ്റ് ആയിട്ട് അതായത് 3 അപേക്ഷകൾ നിലവിൽ വിളിച്ചിട്ടുണ്ട്. അതിൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഹിന്ദി, ഉറുദു, അറബിക്, സംസ്കൃതം ഈ 4 ലാംഗ്വേജ് അതായത് LP-യിലും UP-യിലും പഠിപ്പിക്കുവാൻ ആവശ്യമായിട്ടുള്ള ഭാഷാധ്യാപകരായിട്ടുള്ള ഹിന്ദി, ഉറുദു, അറബിക്, സംസ്കൃതം ഈ 4 ലാംഗ്വേജിൽ അധ്യാപകരാകുവാൻ ആവശ്യമായിട്ടുള്ള ലാംഗ്വേജ് വിഭാഗം ഡീലഡ് നേരത്തെ തന്നെ അപേക്ഷ ക്ഷണിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ലൈവായിട്ടുള്ള വീഡിയോ നമ്മൾ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും അത്തരത്തിൽ അപേക്ഷ സമർപ്പിക്കുവാൻ ബാക്കിയുള്ള വിദ്യാർത്ഥി ശ്രദ്ധിക്കുക. 10/7/2024 അപേക്ഷ ട്രിവാൻഡ്രം ഓഫീസിലെത്തേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടെ അപേക്ഷ ഫില്ല് ചെയ്ത് ഉടൻ തന്നെ അയച്ചു കൊടുക്കുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി അതേപോലെ തന്നെ രണ്ടാമതായിട്ട് നിലവിൽ വിളിച്ചിട്ടുള്ള DL വിഭാഗം ജനറൽ കാറ്റഗറിയിലുള്ള അതായത് ഗവൺമെൻറ് എയ്ഡഡ് അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസ്. സ്വാഭാവികമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം നിലവിലത്തെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള കോഴ്സുകളാണ് DLEDും അതേപോലെ തന്നെ B.Ed കോഴ്സും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അത്രയും ഡിമാൻഡ് ആയതുകൊണ്ട് തന്നെ ഈ വർഷവും DLED അല്ലെങ്കിൽ B.Ed അഡ്മിഷൻ കിട്ടുവാൻ വളരെ പ്രയാസകരമായ കാര്യം തന്നെയാണ്. കാരണം അത്രയും മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഗവൺമെൻറ് എയ്ഡഡ് അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസിൽ മെറിറ്റ് സീറ്റിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് എയ്ഡഡിലും അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസിലും സെപ്പറേറ്റ് അപേക്ഷ കൊടുക്കണമോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കാറുണ്ട്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 2 വിഭാഗത്തിലും നിങ്ങൾ അപേക്ഷ കൊടുത്തിടുക. കാരണം ഗവൺമെൻറ് എയ്ഡഡിൽ കിട്ടിയില്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് സെൽഫ് ഫിനാൻസിൽ അതായത് നമുക്ക് എത്ര മാർക്ക് കിട്ടിയാലാണ് വിദ്യാർത്ഥികൾ അഡ്മിഷൻ കിട്ടുകയെന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. അതായത് ഓരോ സ്ഥാപനത്തിലും അതായത് ഓരോ ഡയറ്റിലും അതായത് ഓരോ കോളേജിലും 40% സീറ്റ് സയൻസുകാർക്കും 40% സീറ്റ് ഹ്യൂമാനിറ്റീസുകാർക്കും 20% സീറ്റ് +2 കൊമേഴ്സ് പഠിച്ച വിദ്യാർത്ഥികൾക്കുമാണ് നീക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് എത്ര പെർസെൻറ്റേജ് കിട്ടിയാലാണ് അഡ്മിഷൻ ലഭിക്കുക എന്നൊരിക്കലും നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. എന്തായാലും ഉന്നതമായ മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് എയ്ഡ് തന്നെ സീറ്റ് കിട്ടും. ഇനി അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസിലും മെറിറ്റ് സീറ്റിലും അത്രയും ഡിമാൻഡ് തന്നെ ഉണ്ടാകും. അപ്പോൾ എന്തായാലും എല്ലാ വിദ്യാർത്ഥികളും അപേക്ഷ കൊടുത്തിടുക. അത്രയും ഡിമാൻഡ് ആയതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ആർക്ക് കിട്ടുമെന്നൊരിക്കലും പറയാൻ സാധിക്കില്ല. ഈ ഒരു കാര്യം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. ഇനി അതേപോലെ ഗവൺമെൻറ് എയ്ഡും സെൽഫ് ഫിനാൻസും തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കി വെക്കുക. ഗവൺമെൻറ് എയ്ഡ് എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾ ഫീസ് ഇല്ലാതെ നമുക്ക് സാധാരണ ഇതിൽ ഗവൺമെൻറ് സ്കൂളിൽ നിങ്ങൾ പഠിച്ച അതേ രീതിയിൽ കാര്യമായിട്ട് ഫീസൊന്നും കൊടുക്കാതെ ജസ്റ്റ് എക്സാം ഫീസ് മാത്രം കൊടുത്ത് പഠിക്കാൻ സാധിക്കുന്നതാണ് ഗവൺമെൻറ് എയ്ഡ് സ്കൂൾ. അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസ് എടുക്കുകയാണെങ്കിൽ ഓരോ സെമസ്റ്ററിലും അതായത് അത് ഒരു വർഷം ഏകദേശം ഫീസ് മാത്രം 30,000. അപ്പോൾ 2 വർഷത്തേക്ക് ഫീസ് മാത്രം ഏകദേശം ഒരു 60,000 വരും. അതുകൂടാതെ മറ്റു പല എക്സ്പെൻസ് ഉൾപ്പെടെ ഏകദേശം ഒരു 80,000 നിങ്ങൾ സെൽഫ് ഫിനാൻസിൽ കിട്ടുകയാണെങ്കിൽ കാണണം. അപ്പോൾ ഇതാണ് രണ്ടും തമ്മിലെ വ്യത്യാസം. ഇനി അതേപോലെ തന്നെ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് എയ്ഡ് അപേക്ഷ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഗവൺമെൻറ് എയ്ഡ് സെപ്പറേറ്റ് ആണ്, അതേപോലെ സെൽഫ് ഫിനാൻസ് സെപ്പറേറ്റ് ആണ്. അപ്പോൾ നമ്മൾ 2 വീഡിയോയും കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ ഗവൺമെൻറ് എയ്ഡ് മാത്രമാണ് വീഡിയോ കാര്യമായിട്ട് കണ്ട് അപേക്ഷ കൊടുത്തത്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഗവൺമെൻറ് എയ്ഡും അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസിലും നിങ്ങൾ അപേക്ഷ കൊടുത്തിടുക. അത് കാരണം ഒരു ജില്ലയിൽ ഗവൺമെൻറ് എയ്ഡ് പരിമിതമായ സീറ്റുകളുണ്ടാവും, ബാക്കിയുള്ള സീറ്റുകൾ സെൽഫ് ഫിനാൻസിലാണ് വരിക. അപ്പോൾ അതുകൊണ്ട് 2 വിഭാഗത്തിലും വിദ്യാർത്ഥികൾ അപേക്ഷ കൊടുത്തിടുക. കാരണം DLED എന്ന് പറയുന്ന കോഴ്സ് എങ്ങനെയെങ്കിലും പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ 2 വിഭാഗത്തിലും അപേക്ഷ കൊടുത്തിടാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. അപേക്ഷയുടെ ഡേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞത് 18/7/2024 അപേക്ഷ എത്തേണ്ടത്. അപേക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. അതിൽ ഒന്നാമതായിട്ട് പറയാനുള്ളത് ഗവൺമെൻറ് എയ്ഡിൽ അപേക്ഷ കൊടുക്കുന്ന വിദ്യാർത്ഥികൾ അതിൻ്റെ ലൈവായിട്ടുള്ള ഇവിടെ കൃത്യമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നാലും ചില വിദ്യാർത്ഥികൾ സംശയം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ഓരോ സ്റ്റെപ്പ് നിങ്ങൾ കണ്ടതിന് ശേഷം മാത്രം അപേക്ഷ കൊടുത്തിടുക. സെൽഫ് ഫിനാൻസിലും വളരെ സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ 2 വീഡിയോയുടെയും ലിങ്ക് ഒരിക്കൽ കൂടി നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയും അപേക്ഷ കൊടുക്കാൻ ബാക്കിയുള്ള വിദ്യാർത്ഥികൾ അത് കണ്ടതിന് ശേഷം മാത്രം ഗവൺമെൻറ് എയ്ഡ് അപേക്ഷ കൊടുക്കുക. അതേപോലെ സെൽഫ് ഫിനാൻസ് അപേക്ഷ രണ്ടും സെപ്പറേറ്റ് ആണ്. കാരണം ഗവൺമെൻറ് എയ്ഡിൻ്റെ ആപ്ലിക്കേഷൻ ഫോം സെപ്പറേറ്റ് ആണ്, സെൽഫ് ഫിനാൻസിൻ്റെയും ആപ്ലിക്കേഷൻ ഫോം സെപ്പറേറ്റ് ആണ്. ഗവൺമെൻറ് എയ്ഡിൽ അപേക്ഷ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം
കോഡ് ഫീ സ്റ്റാമ്പാണ് കൊടുക്കുന്നത്. 5 രൂപയുടെ കോഡ് ഫീ സ്റ്റാമ്പ് നിങ്ങൾ തൊട്ടടുത്തുള്ള സ്റ്റേഷനറി കടയിൽ പോയിട്ട് വാങ്ങുക. അത് നിങ്ങൾ ഒട്ടിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. എന്നാൽ സെൽഫ് ഫിനാൻസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം DD എടുക്കണം. അത് നിങ്ങൾ തൊട്ടടുത്തുള്ള ബാങ്കിൽ പോയിട്ട് 100 രൂപയുടെ DD ഏത് ജില്ലയിലെ വിദ്യാഭ്യാസ ഉപഡയറക്ടർക്കാണ് അയക്കുന്നത് ആ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ അഡ്രസ്സിൽ നിങ്ങളുടെ പേര് എഴുതിയിട്ട് ഒരു 100 രൂപയുടെ ക്രോസ് ചെയ്ത DD ആണ് നിങ്ങൾ എടുക്കേണ്ടത്. ഈ രണ്ടും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. അപേക്ഷ ഫോം ഫില്ല് ചെയ്യുന്ന കൃത്യമായിട്ട് കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് രണ്ട് തമ്മിലെ വ്യത്യാസം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി 5 രൂപയുടെ കോഡ് ഫീ സ്റ്റാമ്പ് കിട്ടാത്തവരാണെങ്കിൽ 5 രൂപയുടെ ചലാൻ എടുത്താലും മതി. ആ ചലാൻ്റെ വീഡിയോയ്ക്ക് നമ്മൾ നേരത്തെ തന്നെ ചെയ്തിരുന്നു. സ്വാഭാവികമായിട്ട് ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾ 5 രൂപയുടെ കോഡ് ഫീ സ്റ്റാമ്പ് വാങ്ങിയിട്ട് അതിൽ നിങ്ങൾ ഒട്ടിച്ചാൽ മതി. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. ഇനി അതേപോലെ സ്പോർട്സ് കൗൺസിൽ അപേക്ഷ കൊടുക്കുക. ചില വിദ്യാർത്ഥികൾ സ്പോർട്സിൽ സർട്ടിഫിക്കറ്റുള്ള വിദ്യാർത്ഥികളുണ്ട്. അത്തരത്തിൽ വിദ്യാർത്ഥികൾ നിങ്ങളുടെ അപേക്ഷ ഫസ്റ്റ് നിങ്ങൾ സ്പോർട്സ് കൗൺസിൽ നിങ്ങൾ ബന്ധപ്പെട്ട സ്പോർട്സ് കൗൺസിൽ ഓഫീസിലാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾ വിദ്യാഭ്യാസ ഉപഡയറക്ടർ അതേ കോപ്പി നിങ്ങൾ സ്പോർട്സ് കൗൺസിൽ കൊടുത്ത അപേക്ഷ അത് നിങ്ങളിപ്പോഴുള്ള ആപ്ലിക്കേഷൻ ഫോം തന്നെയാണ്. അതിൻ്റെ കൂടെ നിങ്ങൾ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് കൂടി വെച്ച് നിങ്ങൾ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ അയച്ചു കൊടുക്കുക. അതുകൂടാതെ സെയിം ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ വിദ്യാഭ്യാസ ഉപഡയറക്ടർക്കും നിങ്ങൾ അയച്ചു കൊടുക്കും. ഇത് പ്രത്യേകം സ്പോർട്സ് കൗൺസിൽപ്പെട്ട വിദ്യാർത്ഥി ശ്രദ്ധിക്കുക. ഇനി അതേപോലെ തന്നെ ഡോക്യുമെൻറ്റ്സ് അറ്റാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം SSLC അതേപോലെ +2. ഇനി അതേപോലെ സംവരണം ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ കമ്മ്യൂണിറ്റി നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്. ഇനി അതേപോലെ തന്നെ ഇനി കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ചില വിദ്യാർത്ഥികളുടെ കൃത്യമായിട്ടുള്ള കമ്മ്യൂണിറ്റി SSLC ബുക്കിൽ ഉണ്ടെങ്കിൽ അത് പോരെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ SSLC സർട്ടിഫിക്കറ്റ് മതിയാകും OBC വിഭാഗക്കാർക്കൊക്കെ. പക്ഷേ അഡ്മിഷൻ സമയത്ത് പല ജില്ലയിലെ വിദ്യാഭ്യാസ ഉപഡയറക്ടർ പല ജില്ലയിലും അഡ്മിഷൻ സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള രീതിയാണ്. അപ്പോൾ ചില ചില ജില്ലകളിൽ OBC വിഭാഗക്കാരുടെ സർട്ടിഫിക്കറ്റ് സെപ്പറേറ്റ് ചോദിക്കും. അതുകൊണ്ട് തന്നെ പരമാവധി ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റ് സെറ്റ് ചെയ്ത് വെക്കുക. കാരണം അതൊക്കെ വലിയ വിഷയങ്ങളൊന്നുമില്ല. നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് വളരെ എളുപ്പത്തിൽ കിട്ടും. ഇനി SC വിഭാഗക്കാർ അവരുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണം. EWSക്കാരന് EW സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്യണം. ഇതൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും നമ്മുടെ ഉള്ളടക്കത്തിൽ എഴുതിയ എല്ലാ സർട്ടിഫിക്കറ്റ് നിങ്ങൾ പേര് എഴുതിയിട്ട് നിങ്ങൾ സൈൻ ചെയ്ത് നിങ്ങൾ ഉറപ്പുവരുത്തണം. കാരണം പല വിദ്യാർത്ഥികളും ഒന്നുകിൽ സൈൻ ചെയ്യാതെ അല്ലെങ്കിൽ +2 സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റ് അറ്റാച്ച് ചെയ്യാതെ അല്ലെങ്കിൽ SSLC മാർക്ക് ലിസ്റ്റ് അറ്റാച്ച് ചെയ്യാതൊക്കെ അപേക്ഷ കൊടുക്കുകയും പിന്നീട് അത് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിക്കാണ്ട് അതൊക്കെ പിന്നീട് റിസ്ക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എത്ര മിസ്റ്റേക്ക് വരുത്താൻ നിങ്ങൾ നിൽക്കരുത്. കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും അപേക്ഷയൊക്കെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ എല്ലാ കാര്യം അറ്റാച്ച് ചെയ്തിട്ടാണ് അപേക്ഷ നൽകിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം നിങ്ങൾ പോസ്റ്റ് ഓഫീസിൽ പോയി നിങ്ങൾ അയച്ചു കൊടുക്കുക. ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസ് അടുത്താണെങ്കിൽ നേരിട്ട് പോയിട്ട് കൊടുത്താൽ മതി. ചില വിദ്യാർത്ഥി ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ പോസ്റ്റ് ഓഫീസിൽ അയച്ചാൽ അവിടെ എത്തുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ സാധാരണ നിങ്ങൾ പോസ്റ്റ് ഓഫീസിൽ കൊടുത്താൽ എല്ലാം അവിടെ എത്തും. അത് പരമാവധി നിങ്ങൾ ഒരു സ്പീഡ് പോസ്റ്റ് വഴി തന്നെ നിങ്ങൾ കൊടുത്തിട്ട് അങ്ങനെ എളുപ്പത്തിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് അവിടെ സുരക്ഷിതമായിട്ട് എത്തും. കവറിൻ്റെ മുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആപ്ലിക്കേഷൻ ഫോം ഫോർ ഡീലഡ് അഡ്മിഷൻ 2024 അങ്ങനെ തന്നെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് എളുപ്പത്തിൽ നിങ്ങൾക്ക് അവിടെ ഓഫീസിലെത്തുവാൻ സാധിക്കുന്നതാണ്. എന്നിട്ട് അതിനിടയിൽ അഡ്രസ്സ് നിങ്ങൾ വിദ്യാഭ്യാസ ഉപഡയറക്ടർ അഡ്രസ്സ് എഴുതി കൊടുക്കുക. ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി അതേപോലെ അഡ്മിഷന് ശേഷം അപ്പോൾ നിലവിൽ എല്ലാ വിദ്യാർത്ഥികളും 18A തന്നെ എത്തുന്ന രീതിയിലാക്കുക. ചില വിദ്യാർത്ഥികൾ അപേക്ഷ നീട്ടുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതിനൊന്നും നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട. നിങ്ങൾ പെട്ടെന്ന് പരമാവധി 18 തന്നെ എത്തുന്ന രീതിയിൽ അതായത് 15 തന്നെ നിങ്ങൾ അവിടെ എത്തുന്ന രീതിയിൽ നിങ്ങൾ അയച്ചോളൂ. ലാസ്റ്റ് ഘട്ടത്തിൽ നിങ്ങൾ നിൽക്കേണ്ട. അയക്കുമ്പോൾ എല്ലാ ഡോക്യുമെൻറ്റ്സും കൃത്യമായിട്ടുണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഓക്കെ, ഈ രീതിയിൽ അപേക്ഷ കൊടുത്തിടുക. ഇനി അതേപോലെ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അതായത് ഇനി അപേക്ഷയ്ക്ക് ശേഷം ഇനി എന്തൊക്കെയാണ് അടുത്ത സ്റ്റെപ്പുകൾ? കാരണം നമ്മൾ നേരത്തെ തന്നെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിരുന്നു. അതിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ഓൾറെഡി ജോയിൻ ചെയ്തുകൊണ്ട് ഗ്രൂപ്പ് ഫുള്ളാണ്. പല വിദ്യാർത്ഥികളും പുതിയ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പിൻ്റെ അപ്ഡേറ്റ് ഞാൻ അറിയിക്കാം. കാരണം ഒരുപാട് ഗ്രൂപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ അടുത്ത ഘട്ടത്തിൽ എല്ലാ കാര്യങ്ങളും പരമാവധി നിങ്ങൾ ചാനൽ തന്നെ ഞാൻ അറിയിക്കുന്നതായിരിക്കും. ഇനി അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കണം, അടുത്ത ഘട്ടം എന്ന് വെച്ചാൽ 18 അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഓരോ ജില്ലയിലെയും കൃത്യമായിട്ടുള്ള അപേക്ഷ അതത് വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസ് കൃത്യമായിട്ട് പരിശോധിച്ച് അതിലെല്ലാ ഡോക്യുമെൻറ്റ്സും ഉണ്ടോ എന്ന് നോക്കും. അതിനുശേഷം എല്ലാം വെരിഫൈ ചെയ്ത് ചില വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസ് ഒരു പക്ഷേ ഏതെങ്കിലും വിദ്യാർത്ഥികൾ സർട്ടിഫിക്കറ്റ് മിസ്സിംഗ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അറ്റാച്ച് ചെയ്തിട്ടില്ല എങ്കിൽ ചില വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഒരു ഓപ്ഷൻ കൊടുക്കും, വിദ്യാർത്ഥികൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കും. അത് എല്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറും കൊടുക്കാറില്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ജില്ലയിൽ മാത്രമാണ് ഈ ഒരു ഓപ്ഷൻ കൊടുക്കുകയുള്ളൂ. ചില വിദ്യാർത്ഥികൾ എഡിറ്റ് ചെയ്യാൻ ഇന്ന ജില്ലയിൽ ഇല്ലെന്ന് ചോദിക്കും. ചില ജില്ലകൾ മാത്രമാണ് ഈ ഒരു ആനുകൂല്യം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ ഒരു മിസ്റ്റേക്ക് വരുത്താതെ തന്നെ അപേക്ഷ കൊടുത്തിടുക. അപ്പോൾ അപേക്ഷ കൊടുത്ത് എല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസ് അതായത് ഓരോ ജില്ലയിലും വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസ് PSC ഓഫീസിലോട്ട് അയച്ചു കൊടുക്കും. അങ്ങനെ PSC ആണ് നിങ്ങളുടെ കൃത്യമായിട്ടൊരു സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്ത് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. ഈ റാങ്ക് ലിസ്റ്റ് PSC എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസ് തന്നെ അയച്ചു കൊടുക്കും. അപ്പോൾ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസ് അവിടെ തന്നെ പബ്ലിഷ് ചെയ്യും. അവരുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. അതേപോലെ പത്രമാധ്യമങ്ങൾ അതിൻ്റെ അനൗൺസ് ചെയ്യും. അതുമായി ബന്ധപ്പെട്ടുള്ള ഓരോ ഘട്ടങ്ങളും വളരെ കൃത്യമായിട്ട് പരമാവധി അതിൻ്റെ അപ്ഡേറ്റ്സ് വിദ്യാർത്ഥികൾ ചാനൽ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ചാനൽ കൃത്യമായിട്ട് അഡ്മിഷൻ അപേക്ഷ കൊടുത്ത മുഴുവൻ വിദ്യാർത്ഥികളും സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. കാരണം വളരെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളാണ്. LPയിലും അതേപോലെ UPയിലും അധ്യാപകരാകുവാൻ താല്പര്യപ്പെടുന്ന മുഴുവൻ വിദ്യാർത്ഥികളുടെ ശ്രദ്ധയോടുകൂടെ അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുക.
കാരണം എത്ര മാർക്ക് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പല വിദ്യാർത്ഥികളും മാർക്കിനെ ബേസ് ചോദിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇനി അതുപോലെ മാനേജ്മെൻറ്റ് സീറ്റിൽ അപേക്ഷ കൊടുക്കുന്നത് ഡയറക്റ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടാണ് അഡ്മിഷൻ എടുക്കുന്നത്. അക്കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വിദ്യാർത്ഥി സംബന്ധിച്ചിടത്തോളം ഇനി ഈ പറയുന്ന DLED കോഴ്സ് കിട്ടിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരുപാട് വിദ്യാർത്ഥി ഡിഗ്രി അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഡിഗ്രി നിങ്ങൾ പഠിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഡിഗ്രിക്ക് ശേഷം PG അല്ലെങ്കിൽ B.Ed ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് ആ മേഖലയിൽ നമുക്ക് ടീച്ചറായിട്ട് മാറാൻ സാധിക്കും. അതുകൊണ്ട് DLED കിട്ടിയില്ലെങ്കിൽ ഇനി പഠനമില്ല എന്നുള്ള രീതിയിൽ ഒരിക്കലും വിദ്യാർത്ഥികൾ കാണരുത്. കാരണം നിങ്ങൾക്ക് ടീച്ചറാകണമെങ്കിൽ നമുക്ക് ഏറ്റവും ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം PG എടുത്ത് B.Ed ഒക്കെ എടുത്ത് ആ മേഖലയിൽ നമുക്ക് മാറാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സാധ്യത നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വർഷം DLED പഠിക്കാൻ സാധിച്ചില്ലെങ്കിലും അത്തരത്തിൽ പല മേഖല നമുക്കുണ്ട്. അപ്പോൾ എന്തായാലും ഓരോ മേഖലയെക്കുറിച്ചുമുള്ള എല്ലാ അപ്ഡേറ്റ്സുകളും നിങ്ങളെ കൃത്യമായിട്ട് നമ്മുടെ കരിയർ വിൻ കേരള ഒരു ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ചാനൽ കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ ഫോളോ ചെയ്ത് നിങ്ങൾ പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിൽ വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുക്കുവാൻ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു എഡ്യൂക്കേഷൻ അപ്ഡേറ്റ് അപ്പോൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അലിച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.